നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസാദ്. ധാരാളം പേര് ഇൻസുലിൻ കുത്തുന്നവരും ഗുളിക കഴിക്കുന്നവരുമായിട്ട് പ്രമേഹ ചികിത്സ എടുക്കുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾ ഈ കുത്തുന്ന ഇൻസുലിൻ്റെയോ കഴിക്കുന്ന ഗുളികളുടെയോ ഡോസ് കുറക്കണമെന്നോ ഇത് നിർത്തണമെന്നോ എന്നെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇത് നിർത്താൻ പറ്റുമെന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? ഇത് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഇവിടെയാണ് നിങ്ങളുടെ കുഴപ്പം. എന്താണ് ഇൻസുലിൻ്റെ ആക്ഷൻ? നമ്മൾ കുത്തിവെക്കുന്ന ഇൻസുലിൻ ആയാലും, നമ്മൾ ഗുളിക കഴിക്കുമ്പോൾ നമ്മുടെ പാൻക്രിയാസിൻ്റെ ഉള്ളിൽ നിന്ന് ചാടുന്ന ഇൻസുലിൻ ആയാലും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസിനനുസരിച്ച് നമ്മുടെ പാൻക്രിയാസിൻ്റെ ഉള്ളിൽ നിന്ന് ചാടുന്ന ഇൻസുലിൻ ആയാലും, ഈ ഇൻസുലിൻ്റെ എല്ലാം ആക്ഷൻ എന്താണ്? ഗ്ലൂക്കോസിനെ എനർജി ആക്കുന്ന ഒരു ഇൻസുലിനും ഈ ഭൂമിയിലില്ല, ഒരു ഗുളികയും ഈ ഭൂമിയിലില്ല. റൈറ്റ്? നമ്മളുടെ രക്തക്കൊള്ളിൽ വന്നു കിടക്കുന്ന ഗ്ലൂക്കോസിനെ മസിൽസിൻ്റെയും ലിവറിൻ്റെയും കോശങ്ങളുടെ എല്ലാം അകത്തേക്ക് അവയവങ്ങളിലേക്കെല്ലാം കടത്തിവിടുന്ന ഒരു താക്കോല് പോലെയാണ് ഇൻസുലിൻ വർക്ക് ചെയ്യുന്നത്. ഇൻസുലിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ, ചെറിയ രക്തക്കൊള്ളിൽ ഇപ്പോൾ 100 ഗ്ലൂക്കോസ് ഉണ്ട്, 100 ഇൻസുലിൻ ഉണ്ട്. ഈ ഗ്ലൂക്കോസിനെ മെയിനായിട്ട് കടത്തിവിടേണ്ടത് മസിൽസിൻ്റെ അകത്തേക്കാണ്. റൈറ്റ്? ഒരു 75% ഗ്ലൂക്കോസ് കൊണ്ടോട്ട് ഗ്ലൈക്കോജൻ ആയിട്ട് മസിൽസ് അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. 20% ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി നമ്മളുടെ മസിൽസിലെ ഗ്ലൂക്കോസ് എനർജിയായി പോകുന്നതിനനുസരിച്ച് അതാത് മസിലിലേക്ക് ലിവറിലെ ഗ്ലൂക്കോസ് ബ്ലഡ് ഷുഗർ കുറയുന്നതിനനുസരിച്ച് എടുത്തു കൊടുക്കുകയും ചെയ്യും. സോ ഈ 95% ഗ്ലൂക്കോസും എനർജിക്ക് എടുക്കുന്നത് മസിൽസിൻ്റെ അകത്താണ്. റൈറ്റ്? 2% അതാണ് ശരിക്ക് മസിൽസിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. ഓൺലി 2%. അതായത് 100 ഗ്രാം മസിലിൻ്റെ അകത്ത് 2 ഗ്രാം ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. റൈറ്റ്? അത്ലറ്റ്സിനൊക്കെ ഇതൊരു 3% വരെയൊക്കെ ആവും. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. മസിൽസിൻ്റെ അകത്തെ ഗ്ലൂക്കോസ് എനർജി ആകുന്നത് അധ്വാനിക്കുമ്പോഴോ വ്യായാമം ചെയ്യുമ്പോഴോ ആണ്. നിങ്ങൾക്ക് വ്യായാമമില്ലാത്ത ജീവിത രീതിയാണ്, അധ്വാനമൊന്നുമില്ലാത്ത ജീവിത രീതിയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ 50 യൂണിറ്റ് ഇൻസുലിൻ കുത്തിവെച്ചു എന്ന് വിചാരിക്കൂ. ആ 50 യൂണിറ്റ് ഇൻസുലിൻ ബ്ലഡിൽ ചെന്നു. ഈ ഇൻസുലിൻ ആക്ഷൻ എന്താ? ഭക്ഷണത്തിലൂടെ ബ്ലഡിലെത്തിയ ഗ്ലൂക്കോസിനെ മസിൽസിൻ്റെയും ലിവറിൻ്റെ അകത്തേക്ക് കടത്തിവിടണം. പക്ഷെ അവിടെ സ്ഥലമില്ലെങ്കിൽ ഇത് എങ്ങനെ കടന്നു പോകും? സോ വ്യായാമം ചെയ്യുന്ന ഒരാൾക്ക് മസിലിലെ ഗ്ലൂക്കോസ് എനർജിയായി പോകുന്നതിനനുസരിച്ച് ബ്ലഡിലെ ഗ്ലൂക്കോസ് മസിൽസിലേക്ക് കയറി പോകുമ്പോൾ ഈ ഇൻസുലിൻ ആക്ഷൻ കിട്ടും. ഇനി നടക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ അയാളുടെ കാലിലെ കുറച്ച് ഗ്ലൂക്കോസ് എനർജി ആവുന്നതിനനുസരിച്ച്, ഓർക്കുക, തൊടയുടെ വ്യായാമം പോലും സിറ്റപ്സ് ആണ്, വാക്കിംഗ് അല്ല എന്ന് ഓർക്കണം. സോ ആ ഗ്ലൂക്കോസ് എനർജിയായി പോകുന്നതിനനുസരിച്ച് കുഞ്ഞു കുട്ടികൾ 2 പല്ല് തേക്കുന്നത് പോലെ അങ്ങനെ നടക്കുന്ന ആളുടെ ഗ്ലൂക്കോസ് കുറേച്ചേ എനർജി ആവുന്നതനുസരിച്ച് ബ്ലഡിലെ ഗ്ലൂക്കോസ് മസിലിൽ കയറി പോകും. അപ്പോഴും ആ ഇൻസുലിൻ അല്പമെങ്കിലും ആക്ഷൻ കിട്ടും. അതേസമയം എല്ലാ മസിൽസ് ഉപയോഗിച്ച് ശരീരത്തിലെ ഫ്രണ്ട് ഫോറാം, ബാക്ക് ഫോറാം, ബൈസെപ്സ്, ട്രൈസെപ്സ് അങ്ങനെ എല്ലാ മസിൽസും ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഒരു പ്രത്യേക പ്ലാനിങ് കൂടി വ്യായാമം ചെയ്യുമ്പോൾ എല്ലാ മസിൽസിലും സ്ഥലം ഉണ്ടാക്കി കൊടുത്താൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ കുത്തിവെക്കുന്ന ഇൻസുലിന് 4 ഇരട്ടി ആക്ഷൻ കിട്ടില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. സോ എത്ര പെർഫെക്ഷനോടുകൂടി നിങ്ങൾ വ്യായാമം ചെയ്യുന്നു, ഇതിൻ്റെ പ്ലാനിങ് എത്ര ഒരു വ്യക്തത വേണം. ഇത് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ മാസം ചെക്കപ്പ് നടത്താം, ഷുഗർ കൂടുന്നതിന് കുറയുന്നതിനനുസരിച്ച് മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുക. ചിലർ ഡെയിലി ഷുഗർ നോക്കിയിട്ട് ഷുഗർ കൂടുമ്പോൾ ഇൻസുലിൻ കൂട്ടും, കുറയുമ്പോൾ കുറക്കും. ഇതിങ്ങനെ കൂട്ടിയും കുറച്ച് ഈ മരുന്നുകൾ ഉപയോഗിച്ചത് കൊണ്ട് ഇതിനെങ്ങനെയാണ് ആക്ഷൻ കിട്ടുക? നിങ്ങളൊന്ന് ഗൂഗിളിലോ ChatGPT എല്ലായിടത്തും സെർച്ച് ചെയ്യൂ. നിങ്ങൾ ഗ്ലൂക്കോസിന് എനർജി ആക്കുന്ന ഒരു ഇൻസുലിൻ ഈ ഭൂമിയിലുണ്ടോ? എന്താണ് ഇൻസുലിൻ്റെ ആക്ഷൻ? നിങ്ങൾ ഇൻസുലിൻ കുത്തിവെക്കുമ്പോൾ പോലും ചിലർക്ക് വണ്ണം വെക്കുന്നത് കാണും. എന്താ കാര്യം? എന്താ? ഇൻസുലിൻ കുത്തിവെച്ചു, അത് ബ്ലഡിൽ ചെന്നു. ഇൻസുലിൻ്റെ ജോലി ഗ്ലൂക്കോസിനെ മസിൽസിലേക്ക് കടത്തിവിടലാണ്. പക്ഷേ മസിൽസിലേക്ക് കടത്തിവിടാൻ അവിടെ മസിൽ സ്ഥലം ഉണ്ടാക്കി കൊടുക്കാനുള്ള വ്യായാമം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ ഇൻസുലിൻ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഡീവിയേറ്റ് ടുവേർഡ്സ് ഫാറ്റ് മെറ്റബോളിസം. അത് ഇൻസുലിൻ റിസെപ്റ്ററിൽ അറ്റാച്ച് ചെയ്തിട്ട് മസിലിലേക്ക് ഗ്ലൂക്കോസ് കയറ്റിവിടുന്നതിന് പകരം ആ ഗ്ലൂക്കോസ് അപ്പുറത്തേക്ക് പോകും. നേരെ അത് പോയിട്ട് ഫാറ്റ് ഡെപ്പോസിഷൻ, അത് ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ കാണുമ്പോൾ പോയി അടിഞ്ഞുകൂടും. അതാണ് ഇൻസുലിൻ കുത്തുമ്പോൾ ദുർമേധസ് അടിഞ്ഞുകൂടി, കൊഴുപ്പ് അടിഞ്ഞുകൂടി നമുക്ക് വണ്ണം വെക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കാൻ പഠിക്കും നിങ്ങൾ. സോ വ്യായാമം ചെയ്തില്ലെങ്കിൽ
നിങ്ങൾ കുത്തിവെക്കുന്ന ഇൻസുലിനോ കഴിക്കുന്ന ഗുളികകൾക്കോ ശരിക്കും ആക്ഷൻ കിട്ടില്ല. സോ എത്ര ചിട്ടയോടുകൂടി പ്ലാനിങ്ങോടുകൂടി അതിന് ചെയ്യുന്ന വ്യായാമത്തിന് ഒരു കണ്ടിന്യൂറ്റി വേണം, കൺസിസ്റ്റൻസി വേണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് ഒരു പ്രത്യേക തരത്തിൽ ട്യൂൺ ചെയ്ത് കൊണ്ടുവരികയും ഡയറ്റ് പെർഫെക്റ്റ് കൺട്രോളിലൂടെ ഗ്രാജ്വലി ഇൻടേക്കൻ കാർബോഹൈഡ്രേറ്റും ഫാറ്റും കുറച്ച് കൊണ്ടുവരികയും അതേസമയം നമ്മൾ പ്രോട്ടീൻ റിച്ച് ഭക്ഷണം കഴിക്കണം. വ്യായാമം ചെയ്യുന്നവർക്ക് പ്രോട്ടീൻ വേണം. സോ മുട്ട, പാല്, ഇറച്ചി, മീനൊക്കെ കഴിക്കുന്നവർ അതൊക്കെ കഴിക്കണം. നമ്മൾ പട്ടിണിയിടുന്നത് ആരുടെയും പ്രമേഹം മാറില്ല. വെജിറ്റേറിയൻസ് ആകുമ്പോൾക്ക് ധാരാളം പ്രോട്ടീൻ റിച്ച് ഭക്ഷണങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, സോയാബീൻ, ഇതെല്ലാം തന്നെ. ചെറുപയറാണ് ഏറ്റവും നല്ല പ്രോട്ടീൻ എന്ന് ചിന്തിക്കുക. സോ നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്, ഗ്ലൂക്കോസിനെയും കൊഴുപ്പിനെയും എനർജിയാക്കാൻ ഒരു മരുന്ന് ഈ ഭൂമിയിൽ ഇല്ല എന്നിരിക്കെ നിങ്ങൾ കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി വ്യായാമം ചെയ്യുകയും ഡയറ്റ് കൺട്രോൾ ചെയ്യുകയും മാത്രമാണ് ചികിത്സയുടെ ലക്ഷ്യം, ചികിത്സയുടെ ഉദ്ദേശം അതായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മരുന്നിൻ്റെ ഡോസ് ഇങ്ങനെ കൂടി പോവുകയല്ലാതെ ഇത് താഴേക്ക് വരുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ ജീവിതകാലം ഫുൾ ഇൻസുലിൻ കുത്തിക്കൊണ്ടിരിക്കും, ജീവിതകാലം ഫുൾ മരുന്നിൻ്റെ ഡോസ് കൂടിക്കൊണ്ടേയിരിക്കും. ഇത് തിരിച്ചറിയുക, മനസ്സിലാക്കുക. എന്താണ് ചികിത്സ എന്നറിയാതെ, എന്താണ് സ്വന്തം രോഗമെന്ന് പോലും മനസ്സിലാക്കാതെ, എന്തിനാണ് ഞാൻ ഇൻസുലിൻ കുത്തുന്നത്, എന്താണ് ഈ ഗുളികൾ കഴിക്കുമ്പോൾ സംഭവിക്കുന്നത്, ഇതൊന്നും അറിയാതെ ഇരുട്ടിൽ തപ്പുക എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ വെറുതെ കഥ അറിയാതെ ആട്ടം കാണുന്ന കുറച്ച് ആളുകളെ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഡയറ്റ് കൺട്രോളും എക്സസൈസും ഇല്ലാത്ത ഒരു ചികിത്സ ജീവിതശൈലി രോഗങ്ങൾക്കൊന്നും തന്നെ, പ്രത്യേകിച്ച് പ്രമേഹത്തിന്, സാധ്യമേ അല്ല എന്ന് തിരിച്ചറിയുക. മടിയും അലസതയൊക്കെ മാറ്റിവെക്കുക. പോകുന്നത് നിങ്ങളുടെ കാല്, നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ കിഡ്നി. ഇതൊന്നും കേടാകാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ രക്തക്കൊലയിൽ ഗ്ലൂക്കോസും കൊഴുപ്പും അടിയാതിരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വ്യായാമം ചെയ്തേ പറ്റൂ. നിങ്ങൾ തന്നെ ഡയറ്റ് കൺട്രോൾ ചെയ്തേ പറ്റൂ. ഗുളികകൾക്കും ഇൻസുലിനും അതിൻ്റെ പരിമിതിയുണ്ട് എന്ന് മനസ്സിലാക്കുക, തിരിച്ചറിയുക. ലൈഫിൽ ഇത് പ്രാവർത്തികമാക്കുക. അതാണ് ശരിയായ ചികിത്സ.